ഹായ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് കാറ്റഗറിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസറിന് +3, റോങ് ആൻസറിന് -1. യെസ്, ഇൻ എ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 2m കൊളൈഡ്സ് വിത്ത് അനദർ പാർട്ടിക്കിൾ ഓഫ് മാസ് m. ഡയഗ്രത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇയാൾ റെസ്റ്റിലായിരുന്നു. അസ്യൂമിങ് ദ കൊളീഷൻ ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. എന്ന് വെച്ചാൽ മൊമെന്റം മാത്രമല്ല, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. മാക്സിമം ആംഗുലാർ ഡീവിയേഷൻ തീറ്റ ഓഫ് ദ ഹെവിയർ പാർട്ടിക്കിൾ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഇൻ റേഡിയൻസ് ആണ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ നമുക്ക് ഈ തീറ്റക്ക് വരുന്ന മാക്സിമം വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? പ്രോബ്ലംസ് ഇൻ ജനറൽ ഫിസിക്സ്, ഇറിഡോവിൻ്റെ ഫിസിക്സിൽ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്, 175th ക്വസ്റ്റ്യൻ ആണത്. A particle of mass m1 collides elastically with a stationary particle of mass m2. m1ന്റെ മാസ് കൂടുതൽ. Find the maximum angle through which the striking particle may deviate as a result of the collision. അപ്പോൾ m1 എത്ര ആണ് മാക്സിമം m1 ഉണ്ടാകുന്ന ഡീവിയേഷൻ. സെയിം ക്വസ്റ്റ്യൻ ഇവിടെ എന്തുകൂടി തന്നിട്ടുണ്ട്, ഡയഗ്രം തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ മാസ് സ്പെസിഫിക്കലി തന്നിട്ടുണ്ട്. 2m ആണ്, മറ്റേത് m ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് പല രൂപത്തിൽ ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് ജനറലി നമ്മളെ തിങ്കിങ് പോകുന്നത് എന്താ, നമുക്ക് ഇവിടെ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പണന്റ് വെർട്ടിക്കൽ കമ്പണന്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. റെഡി അല്ലേ? കാരണം ഹൊറിസോണ്ടൽ കമ്പണൻസ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഇതിന്റെ വെർട്ടിക്കൽ കമ്പണൻസ്. അപ്പോൾ ഇനീഷ്യലി വെർട്ടിക്കലി 0 ആണ്, അത് 2 ഇക്വേഷൻ കിട്ടി. അതോടൊപ്പം തന്നെ കൈനറ്റിക് എനർജിന്റെ കൺസർവേഷൻ കൂടി അപ്ലൈ ചെയ്യാം. കൈനറ്റിക് എനർജി ആ ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ അത് സോൾവ് ചെയ്യൽ ഇത്തിരി കൂടെ ലെങ്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് മറ്റൊരു മെത്തേഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇയാളുടെ വെലോസിറ്റി ഇനീഷ്യലി u ആൻഡ് ഹിയർ ഇറ്റ് ഈസ് v1 ആൻഡ് ലെറ്റ് ദിസ് ഈസ് v2. അങ്ങനെയെങ്കിൽ നമുക്ക് മൊമെന്റം കൺസർവേഷന് ഇനീഷ്യലി ഉള്ള ഇതിന്റെ മൊമെന്റം p ആണ്. ലെറ്റ് ഇതിന്റെ മൊമെന്റം p1, ഇത് p2 എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വെക്റ്റർ p ഈക്വൽ ടു വെക്റ്റർ p1 പ്ലസ് വെക്റ്റർ p2. വെക്റ്റർ p2 ആർക്കും കൺഫ്യൂഷൻ ഇല്ല. റെഡി. ഇനി എനിക്ക് വേണ്ടത് ഈ ആംഗിൾ ആണല്ലോ. ഈ ആംഗിൾ എനിക്ക് കണ്ടെത്തണമെങ്കിൽ ഈ ഇക്വേഷൻ, കാരണം ഇത് പിയുടെ ഡിറക്ഷനും p1 തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്, ശരിയല്ലേ? പിയുടെ ഡിറക്ഷനും അതുപോലെ p1ന്റെ ഡിറക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനെന്താ ചെയ്യേണ്ടത്? വെക്റ്റർ p മൈനസ് വെക്റ്റർ p1 ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ p2. യെസ്, ഇനി മാഗ്നിറ്റ്യൂഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ദെൻ വാട്ട് യു വിൽ ഗെറ്റ്, ദാറ്റ് ഈസ് p സ്ക്വയർ പ്ലസ് p1 സ്ക്വയർ മൈനസ് 2p1 cos theta that is equal to p2 square. അപ്പോൾ നമുക്കവിടെ p2 ഒരു പ്രശ്നക്കാരനാണ്. ആ p2നെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജി കൺസർവേഷൻ കൊടുക്കാം. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താണ്? p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 2m that is equal to p1 സ്ക്വയർ ഡിവൈഡഡ് ബൈ again 2 into 2m then p2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. അവിടെ മാസ് m ഉള്ളൂ. ഓക്കെ, 2mകൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ വാട്ട് യു വിൽ ഗെറ്റ്, p സ്ക്വയർ ഇസ് ഈക്വൽ ടു p1 സ്ക്വയർ പ്ലസ് 2p2 സ്ക്വയർ ഓർ വാട്ട് യു ക്യാൻ റൈറ്റ് p2 സ്ക്വയർ ഇസ് ഈക്വൽ ടു p സ്ക്വയർ മൈനസ് p1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് ഇക്വേഷൻ 1ൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ഹിയർ p square minus p1 square divided by 2 or 2p square plus 2p1 square minus 4p1 cos theta equal to p square minus p1 square or p square പ്ലസ്, കാരണം മൈനസ് p1 സ്ക്വയർ ഇങ്ങോട്ട് വന്നു, അപ്പോൾ 3p1 സ്ക്വയർ ഈക്വൽ ടു 4p1 cos theta. 4p1 cos theta. And we are interested in cos theta. Therefore, cos theta is equal to, ഒരു p കട്ട് ചെയ്തു, 4p1
പ്ലസ് ഒരു P1 കട്ട് ചെയ്തു 3P1 ഡിവൈഡഡ് ബൈ 4P. Okay, or that is equal to what you can write 1 by 4 P by P1 plus 3P1 by P എന്ന് കൊടുക്കാം. 3P1 by P, that is equal to cos theta. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. തീറ്റ നമ്മളോട് ചോദിച്ച തീറ്റയുടെ മാക്സിമം വാല്യൂ ആണ്, കോസ് തീറ്റയാണ്. അപ്പോൾ ഡിഗ്രീസിങ് ഫംഗ്ഷൻ ആണ്. തീറ്റക്ക് മാക്സിമം കിട്ടണമെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം, ശരിയല്ലേ? ഇത് മിനിമം ആവണം. ദർഫോർ ഞാൻ ഇതിനെ മൊത്തം y എന്ന് വിളിക്കുക. ആൾസോ പുട്ട് x is equal to P by P1. x equal to P by P1. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താ കിട്ടുക? കോസ് തീറ്റ is equal to 1 by 4 into x plus 3 by x. x plus 3 by x. ഇതാണ് നമ്മുടെ y. ഇതാണ് y. അപ്പോൾ പോയിന്റ് ഇതാണ്. അഗെയിൻ തീറ്റക്ക് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഈ y എന്തായിരിക്കണം? y മിനിമം ആയിരിക്കണം. അപ്പോൾ മിനിമ നോക്കൂ, മിനിമന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ വൈനെ. ദർഫോർ dy by dx that is equal to 1 minus 3 by x square equal to 0 minimum. Therefore x square equal to 3 എന്ന് കിട്ടും, or x is equal to root 3. x is equal to root 3. x root 3 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസറിലേക്ക് എത്തേണ്ടതാണ്. y എന്ന് പറഞ്ഞാൽ therefore x, യെസ്, ഇവിടെ കൊടുത്താൽ cos തീറ്റ is equal to 1 by 4 root 3 plus 3 by root 3. That is equal to അപ്പോൾ root 3 2 root 3 root 3 by 2 root 3 by 2. Therefore theta is equal to 30 degree. Theta is 30 degree. 30 degree. The answer is radianലാണ് വേണ്ടത്. The option D, pi by 6 is the right answer. Pi by 6 is correct.